ജൈവാനരോത്തമം തതോ ജയമുദ്രേ നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതുത്തമ ശ്ലോകി ഭക്തിർഭവതി നൈഷ്ടകി. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. മുഖം കരോതി വാചാലം മംഗല്യങ്കായ ദേഹിരിം കൃപാതമകം വന്ദേ ശ്രീഗുരും ദീനദാരിണം ശ്രീ പരമാനന്ദമാധവം ശ്രീ ചൈതന്യമീശ്വരം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 9. സൃഷ്ടിക്ക് വേണ്ടി ബ്രഹ്മാവിന്റെ പ്രാർത്ഥന. ശ്ലോകം 36. ജ്ഞാതോഹം ഭവതോ തോദ്യ ദുർവിജ്ഞേയോപി ദേഹിനാം യന്മാം ത്വം മന്യസേ യുക്തം ഭൂതേന്ദ്രിയ ഗുണാത്മഭി. ജ്ഞാതോഹം ഭവതാ തോദ്യ ദുർവിജ്ഞേയോപി ദേഹിനാം യന്മാം ത്വം മന്യസേ യുക്തം ഭൂതേന്ദ്രിയ ഗുണാത്മഭി. ജ്ഞാത അറിയപ്പെടുന്ന അഹം ഞാൻ തന്നെ വേദ താങ്കളാൽ, തു പക്ഷേ ആദ്യ ഇന്ന്, തു ദുഹു വിഷമം, വിജ്ഞേയ അറിയപ്പെടേണ്ട, അഭി എന്നിട്ട് പോലും, ദേഹിനാം ബദ്ധാത്മാവിന് വേണ്ടി, യത് എന്തുകൊണ്ടെന്നാൽ, മാം എന്നെ, ത്വം താങ്കൾ, മന്യസേ മനസ്സിലാക്കുക, അയുക്ത യുക്തമല്ലാത്തത് അല്ലാത്ത, ഭൂത ഭൗതിക ഘടകങ്ങൾ, ഇന്ദ്രിയ ഭൗതികേന്ദ്രിയങ്ങൾ, ഗുണ ഭൗതിക അതായത് ഭൗതിക പ്രവർത്തന രീതികൾ, ആത്മഭിഹി ബദ്ധാത്മാവിൻ്റെത് പോലെ മിഥ്യാഹങ്കാരവും. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. ഞാൻ ബദ്ധാത്മാവിന് നിഷ്പ്രയാസം ഗ്രാഹ്യരല്ലെങ്കിലും എന്റെ വ്യക്തിത്വം ഭൗതികമല്ലെന്നും പ്രത്യേകിച്ചും 5 സ്ഥൂല ഘടകങ്ങളും 3 സൂക്ഷ്മ ഘടകങ്ങളും അല്ലെന്നും താങ്കൾ മനസ്സിലാക്കിയതിനാൽ താങ്കൾക്കിന്ന് എന്നെ അറിയാൻ കഴിഞ്ഞു. ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. ആത്മീയാസ്തിത്വത്തെ യഥാരൂപത്തിൽ മനസ്സിലാക്കുന്നതിന് ഭൗതികാവിഷ്കാരത്തിന്റെ നിരാകരണം അനിവാര്യമാണെങ്കിലും ആത്യന്തികമായ പരമോന്നത സത്യത്തെ തിരിച്ചറിയാൻ അതാവശ്യമില്ല. ഭൗതികാസ്തിത്വം രൂപങ്ങളിൽ സാക്ഷാത്കരിക്കപ്പെടുന്നതിനാൽ ആത്മീയാസ്തിത്വം രൂപരഹിതമായിരിക്കണമെന്ന് വിചാരിക്കുന്നത് ആത്മാവിനെ കുറിച്ചുള്ള ഭൗതികമായ വിരുദ്ധ സങ്കല്പമാണ്. ആത്മരൂപം ഭൗതിക രൂപമല്ല എന്നതാണ് യഥാർത്ഥ ആത്മസങ്കല്പം. ബ്രഹ്മാവ് ഭഗവാന്റെ ശാശ്വത രൂപത്തെ അപ്രകാരം വിവേചിച്ചറിയുകയും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ അത് അംഗീകരിക്കുകയും ചെയ്തു. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഭൗതിക ശരീരം ഒരു സാധാരണ മനുഷ്യന്റേതുപോലെ ആയതിനാൽ അദ്ദേഹം നിന്ദിക്കപ്പെടാറുണ്ട്. ഭഗവാന് തന്റെ അനേകം ആത്മരൂപങ്ങളിൽ ഏതിൽ വേണമെങ്കിലും പ്രത്യക്ഷനാകാം. പക്ഷേ അദ്ദേഹം ഭൗതികമായി രൂപപ്പെടുത്തപ്പെട്ടവനല്ല. അദ്ദേഹത്തിന് ശരീരവും ആത്മാവും തമ്മിൽ വ്യത്യാസവുമില്ല. ഈ രീതിയിൽ വേണം ഭഗവാന്റെ ആത്മരൂപത്തെ ഉൾക്കൊള്ളുവാൻ. ശ്ലോകം 37. തുഭ്യം മദ്വിജീർഷയാം ആത്മാ മേ ദർശിതോ വിഹി നാളേന സലിലേ മൂലം പുഷ്കരസ്യ വിജിന്നതഃ. തുഭ്യാമത് വിജിഗിത്സയാം ആത്മാ മേ ദർശിതോ വിഹി നാളേന സലിലേ മൂലം പുഷ്കരസ്യ വിജിന്നതഃ. തുഭ്യം അങ്ങേക്കായി, മത് എന്നെ, വിജിഗിത്സയാം മനസ്സിലാക്കാനുള്ള താങ്കളുടെ പരിശ്രമത്തിൽ, ആത്മാവ് മേ എൻ്റെ തന്നെ, ദർശിത പ്രദർശിപ്പിച്ചു, അബഹി ഉള്ളിൽ നിന്ന്, നാളേന തണ്ടിലൂടെ, സലിലെ ജലത്തിൽ, മൂലം വേര്, പുഷ്കരസ്യ താമരയുടെ പ്രപഞ്ചാരംഭത്തിൽ പ്രഭവം,
വിജിൻ വദഹ ധ്യാനിക്കുക. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. താങ്കൾ താങ്കളുടെ ഹേതുവായ തണ്ടിന് എവിടെയെങ്കിലും ഒരു ഉത്ഭവമുണ്ടോ എന്ന് ആലോചിക്കുകയും അതിനുള്ളിൽ പ്രവേശിച്ച് ഒന്നും കണ്ടെത്താൻ കഴിയാതെ വിഷമിക്കുകയും ചെയ്തു. ആ സമയത്ത് ഞാൻ എൻ്റെ രൂപം ഉള്ളിൽ നിന്ന് ആവിഷ്കരിച്ചു. ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ അനുഭവവേദ്യമാക്കുവാൻ അദ്ദേഹത്തിന്റെ കാരുണ്യത്താൽ അല്ലാതെ മാനസികമായ അഭ്യൂഹങ്ങൾ കൊണ്ടോ ഭൗതികേന്ദ്രിയങ്ങൾ കൊണ്ടോ സാധ്യമല്ല. ഭൗതികേന്ദ്രിയങ്ങൾക്ക് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ അതീന്ദ്രിയത ഗ്രഹിക്കുവാൻ ശേഷിയില്ല. അനുസരണാപൂർവം ഭക്തിയുത സേവനത്തോടെ സമീപിച്ചാൽ ഭക്തന് മുന്നിൽ അദ്ദേഹം സ്വയം വെളിപ്പെടുത്തുകയും ഭക്തി കൊണ്ടല്ലാതെ മറ്റൊരു മാർഗത്തിലും ഒരുവന് പരമദിവ്യോത്തമ പുരുഷനെ ദൈവത്തെ അറിയാൻ കഴിയില്ല. അദ്ദേഹം നമ്മുടെ ബാഹ്യനേത്രങ്ങൾക്ക് ദൃശ്യനാവില്ല. പക്ഷേ ഭക്തിയുടെ ലേപനം പുരട്ടി ആത്മീയ മിഴികൾ തുറന്നാൽ അദ്ദേഹം ഗോചരനാകും. വൃത്തികെട്ട പദാർത്ഥങ്ങളാൽ എത്ര കാലം ആത്മനയനങ്ങൾ അടച്ചു വയ്ക്കുന്നുവോ അത്ര കാലവും ഭഗവാനെ കാണുവാൻ കഴിയില്ല. എപ്പോൾ ഭക്തി ഉപാസനയാൽ അന്തർനേത്രങ്ങളിലെ അഴുക്കുകൾ കഴുകിക്കളയാൻ കഴിയുന്നുവോ അപ്പോൾ ഭഗവാനെ കാണാനും കഴിയും. ഒരു സംശയവും വേണ്ട. നളിനി നാളത്തിന്റെ വേര് കണ്ടുപിടിക്കാനുള്ള ബ്രഹ്മാവിന്റെ വ്യക്തിപരമായ പരിശ്രമം വൃഥാവിലായി. എന്നാൽ അദ്ദേഹത്തിന്റെ തപസ്സിലും ഭക്തിയിലും സംതൃപ്തനായപ്പോൾ ഭഗവാൻ അദ്ദേഹത്തിന് ഹൃദയത്തിൽ വെളിപ്പെടുത്തി കൊടുത്തു, ബാഹ്യമായ ഒരു പരിശ്രമവും കൂടാതെ. കൃഷ്ണമാതാജി. കൃഷ്ണമാതാജിക്ക് മനസ്സിലായത് പറഞ്ഞേ. കൃഷ്ണമാതാജി 36ാമത്തെ ശ്ലോകത്തില് അതായത് ഇപ്പം ഭഗവാനോട് ബ്രഹ്മാവ് പ്രാർത്ഥന ചെയ്തു കഴിഞ്ഞപ്പോൾ ഭഗവാൻ ബ്രഹ്മാവിനോട് പറയുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ഈ ശ്ലോകങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ ബ്രഹ്മാവിനോട് പറയാണ്, ഞാൻ ഒരു ബദ്ധാത്മാവിന് നിഷ്പ്രയാസം എന്നെ കാണാൻ കഴിയുകയില്ല, എന്നെ കുറിച്ച് അറിയാനും കഴിയുകയില്ല. എൻ്റെ രൂപം എന്ന് പറയുന്നത് ഭൗതികമായ രൂപമാണെന്ന് ചിലർ തെറ്റിദ്ധരിക്കുന്നു. പക്ഷേ ഭൗതികമായ രൂപമല്ല. പിന്നെ അതേ കണക്ക് തന്നെ ഭഗവാന് പല രൂപങ്ങൾ എടുക്കാൻ കഴിവുണ്ട്. ഏത് രൂപത്തിൽ വേണമെങ്കിലും ഭഗവാന് വരാൻ കഴിയും. അത് മനസ്സിലാക്കാൻ, അതായത് നമ്മുടെ ഭൗതിക ശരീരം നിർമ്മിച്ചതുപോലെ 5 സ്ഥൂല ഘടകങ്ങളും 3 സൂക്ഷ്മ ഘടകങ്ങളും കൊണ്ടല്ല ഭഗവാൻ ആവിർഭവിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കുന്ന ഒരാൾക്ക് മാത്രമേ ഭഗവാനെ ഗ്രഹിക്കാൻ, ഭഗവാൻ ആരാണെന്ന് അറിയാൻ പറ്റൂ. അങ്ങനെ ബ്രഹ്മാവ് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഭഗവാന് അദ്ദേഹത്തിന്റെ മുൻപിൽ കാണാൻ കഴിഞ്ഞത്. ബ്രഹ്മദേവൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ആദ്യം ചുറ്റുപാടും നോക്കിയെങ്കിലും ഭഗവാനെ കാണാൻ കഴിഞ്ഞില്ല. പിന്നെ ഭക്തിയുത സേവനമായ, അതായത് തപസ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഭഗവാനെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ വന്നത്. അങ്ങനെ ഇത് കൊടുത്തത് ഭൗതികമായ ഒരു രൂപമാണ് ബ്രഹ്മാവിനുണ്ടെങ്കിലും അതിൽ വേർതിരിഞ്ഞ് അദ്ദേഹം ചിന്തിച്ചു. ഭക്തിയുത സേവനം കൊണ്ട് ഭഗവാനെ അറിയാൻ ശ്രമിച്ചു, തപസ്സുകൊണ്ട് അദ്ദേഹം അറിയാൻ ശ്രമിച്ചു. അപ്പോൾ ഭഗവാൻ അവിടെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആവിർഭവിച്ചു, കാണിച്ചു കൊടുത്തു എന്നതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ മനുഷ്യന്റെ രൂപം എടുത്തതുകൊണ്ട് ഭഗവത്ഗീതയിൽ മനുഷ്യന്റെ രൂപമാണ് നമുക്ക് ഭഗവാനെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് പലപ്പോഴും ഭഗവാൻ നിന്ദിക്കപ്പെടാറുണ്ട്. ഭഗവാൻ കാരണമാണ് യുദ്ധം ഉണ്ടായത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഭഗവാനെ അവിടെ പല രൂപത്തിലും പല ഇതുകളും നിന്ദിക്കപ്പെടാറുണ്ട്. പക്ഷേ അങ്ങനെ ഉള്ളവർക്ക് അറിയില്ല ഭഗവാൻ ഏത് രൂപവും എടുക്കാൻ കഴിയും, ഭഗവാന് നിശ്ചിത രൂപമില്ല എന്ന്. ആത്മീയ അസ്തിത്വം രൂപരഹിതമായിരിക്കണമെന്ന് ചിലർ പറയുന്നുവെങ്കിലും ഏത് രൂപം എടുക്കാൻ ഭഗവാൻ കഴിയുമെന്ന് അറിയുന്നവർക്ക് മാത്രമേ ഭഗവാൻ ആരാണെന്നും ഭഗവാൻ അവരുടെ മുമ്പിൽ മാത്രമേ ഗ്രാഹ്യനാവാൻ കഴിയുകയുള്ളൂ, അവർക്ക് മാത്രമേ ഗ്രാഹ്യനാവാൻ കഴിയുകയുള്ളൂ.
എന്ന് 36-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. 37-ാമത്തെ ശ്ലോകത്തിലും ഭഗവാൻ അത് തന്നെയാണ് വീണ്ടും ഒന്നുകൂടി വിശദീകരിക്കുന്നത്. താങ്കളുടെ ജന്മത്തിന് ശേഷം ബ്രഹ്മാവിനോട് പറയുകയാണ്, ആ താമരത്തണ്ടിലൂടെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ താമരത്തണ്ടിന്റെ ഉത്ഭവം എവിടാണെന്നറിയാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പലതവണ സഞ്ചരിച്ചു. എന്നിട്ടും ഭഗവാനെ കണ്ടുപിടിക്കാനും അതിന്റെ ഉത്ഭവം എവിടുന്നാണെന്ന് അറിയാനും പക്ഷെ അങ്ങനെ ഭഗവാന് മാനസികമായ അഭ്യൂഹങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഭൗതിക നേത്രങ്ങൾ കൊണ്ടോ ഭൗതിക കേന്ദ്രങ്ങൾ കൊണ്ടോ അതായത് ഭൗതിക അവയവങ്ങൾ കൊണ്ടോ നമുക്ക് കാണാൻ പറ്റുകയില്ല. അതീന്ദ്രിയമായി ഗ്രഹിക്കുവാൻ ശേഷിയില്ല. അത് അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ ഭഗവാനെ അനുസരണാപൂർവം ഭക്തിയുത സേവനം ചെയ്താൽ മാത്രമേ, അതേപോലെ തന്നെ നമ്മുടെ മനസ്സിലെ അഴുക്കുകളെല്ലാം കളഞ്ഞ് ഭഗവാനെ എന്നുള്ള ഒരു എല്ലാം സകല പ്രവർത്തികളും സകല ഫലങ്ങളും എല്ലാം പുണ്യപാപ ഫലങ്ങളെല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്താൽ മാത്രമേ ഭഗവാൻ നമ്മുടെ മനസ്സിൽ, നമ്മുടെ കണ്ണുകൾക്ക് മുൻപിലല്ല വരുന്നത്, നമ്മുടെ അന്തരംഗത്തിലെ ചക്ഷുവിലാണ്, ആ കണ്ണിലേക്കാണ് വരുന്നത്. അപ്പൊ ആ കണ്ണ് തുറക്കുകയും നമുക്ക് അദ്ദേഹം നമ്മുടെ മുന്നിലേക്ക് വരികയും അദ്ദേഹം ഗോചരനാവുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അതിന് ഒരു സംശയവും വേണ്ടാന്ന് ഭഗവാൻ തന്നെ ഈ ശ്ലോകത്തിൽ തറപ്പിച്ചു പറയുന്നുണ്ട്. ബ്രഹ്മാവ് പക്ഷേ ആദ്യം മനുഷ്യനെ പോലെ തന്നെ, നമ്മളെയൊക്കെ പോലെ തന്നെ വ്യക്തിപരമായി അദ്ദേഹം തന്നെ ശ്രമിച്ചു കണ്ടുപിടിക്കാനായിട്ട്. പക്ഷേ നടന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ തപസ്സിലും ഭക്തിയും സംതൃപ്തനായപ്പോൾ മാത്രമാണ് ഭഗവാൻ പ്രത്യക്ഷനായത്. അങ്ങനെ തന്നെയാണ് നമുക്കും ഭഗവാൻ ഇവിടെ തരുന്നത് ഉപദേശമാണ്. നമ്മളും ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ട് സകലതും ഭഗവാനിൽ അർപ്പിച്ച് അങ്ങനെ ജീവിച്ചാൽ മാത്രമേ ഭഗവാൻ നമുക്ക് ഗോചരനാവുകയുള്ളൂ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ.